ഞങ്ങൾ ലക്നൗവിലാണേ. ലക്നൗവിൽ ഞങ്ങൾ താമസിച്ച സ്ഥലമാണ്. അവിടെ നിന്ന് ഞാൻ കുറച്ച് ചെടിയൊക്കെ പറിച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് നാൾ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് പോയി. ഞാൻ ചെടികൾ എവിടെ കണ്ടാലും പറിക്കാൻ പറ്റുന്ന റോഡ് സൈഡിലാണെങ്കിൽ പറിക്കും. ഇത് അവിടുത്തെ സ്ഥലം കേട്ടോ, ലക്നൗ. അവിടെ എന്തോ ഒരു കല്യാണം, എന്തോ ഒരു സംഭവം പണിയുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പോൾ ഓഡിറ്റോറിയമാണ്, പണിയണല്ല, അവിടെ ഓഡിറ്റോറിയം. ഞങ്ങളവിടെ താമസിച്ചിട്ട് പോവുകയാണ്. അപ്പം എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. കണ്ടോ, ഞങ്ങളവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നല്ല വെയിലാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ, ജയ്പൂരിലേക്ക് പോകുമ്പോൾ താജ്മഹൽ കണ്ട്. ആ വഴി ഞാൻ താജ്മഹൽ കണ്ട് നമ്മൾ അവിടെ കയറാൻ ഉദ്ദേശിച്ചല്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തായാലും നമ്മളെ 7-1 ബിഗ് 7. അപ്പോൾ അതും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ ഇറങ്ങി. കണ്ട അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന താജ്മഹൽ. നമുക്ക് മറക്കാൻ പറ്റില്ല അവിടുത്തെ. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ് താജ്മഹൽ എന്ന് പറയുന്നത്. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണല്ലോ. അപ്പോൾ അത് കാണാത്ത 2 പേരുണ്ടായിരുന്നു നമ്മളെ കൂടെ. അപ്പോൾ അതും കൂടി കണ്ടേക്കാന്ന് വിചാരിച്ച് അവിടെ ഒന്ന് കുറച്ച് നേരം നമ്മൾ ഇറങ്ങി. കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, കാണാത്തവർക്കും കണ്ടവർക്കും. സൂര്യൻ അസ്തമിക്കാൻ വിമ്പി നിൽക്കുകയാണ് ഫ്രണ്ട്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടോ. ഈ കാഴ്ച നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല, അത്ര ഭംഗിയാണല്ലോ അത് കാണാൻ. പിന്നെ പണ്ടത്തെ പോലെ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും അങ്ങനെ കടത്തി വിടുന്നില്ല കേട്ടോ, കുറച്ച് ഭാഗമേ കടത്തി വിടുന്നുള്ളൂ. പണ്ട് ഫസ്റ്റ് നമ്മൾ പോയപ്പോൾ ഒരുപാട് സ്ഥലത്തോട്ട് അതിൻ്റെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കുറഞ്ഞ ഭാഗമേ നമ്മളെ കയറ്റുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ജയ്പൂരോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഹോട്ടലിനെ പറ്റി ജയ്പൂർ രാജസ്ഥാനി ഗാനം ആലപിച്ചാലോ? ആ ഏതോ ഒരു പടത്തില് നല്ലൊരു രാജസ്ഥാനി ഗാനം ഉണ്ടായിരുന്നു, വിനീത് ശ്രീനിവാസ്. മറന്നുപോയി. ഏ രാജസ്ഥാൻ ഹേ യഹാ പേ പോലീസ് വാല ബഹുത് സ്ട്രിക്റ്റ് ഹേ. ഹായ് അങ്ങനെ അടിപൊളി വീഡിയോ കിട്ടി. ബിൽഡിംഗ് അങ്ങനെ ഞങ്ങൾ ഹവാ മഹലിൽ എത്തിയിരിക്കുകയാണ്. ഹവാ ഹവാ ഖുശ്ബു ലുട്ടാപ്പി ആണ് ഒരു രാജസ്ഥാനി സോങ്. പിന്നെ ഉള്ള ഒരു രാജസ്ഥാനി സോങ് ഉമ്മച്ചി പാടിയതാ അല്ലേ? പഞ്ചാബി ലഞ്ചി കൊഞ്ചും അതുമല്ലെങ്കിൽ നമുക്ക് ആദ്യം തൊട്ട് സലിംകുമാർ പാടുന്ന പോലെ എന്റെ പടം രാജസ്ഥാനി. എന്തിനോട്ടം ഗുജറാത്തി ഇതൊരു ഹെറിറ്റേജ് പ്ലേസ് ആകുന്നു. അതെ അതെ. ഇതെന്താ സംഭവം? ഇങ്ങനെയാണ് കാണുക? എൻട്രി ഒന്നും ഇല്ലേ? അച്ഛാ ഇതെല്ലാം ഇവിടെ കാണുന്ന നമ്മൾ വിചാരിക്കും ഹവാമഹലിന്റെ ഇങ്ങനെ കണ്ടായിരുന്നു. പുരി ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഒരു നല്ല രാജസ്ഥാനി ഗാനം പാടാതെ എനിക്കൊരു സുഖം കിട്ടുന്നില്ല. അബ്ദുള്ള രാജസ്ഥാനി ദൂരെ ആരോ വലിയ മലനിരകൾ കാണാം. അത് മേലെ ഫോർട്ടൊക്കെ ആ മേലെ ഒരു ഫോട്ടോ ഉണ്ടാവും. പ്രിയ വർക്കേഴ്സ് അതാണോ ഹവാമഹല്? ഓ ഇവിടെ മുഴുവൻ ഫോട്ടോ ആയിരിക്കുന്നത്.
हवामहल हवामहल सीधा जाओ, बिल्कुल सीधा, किसी गाइड वाइड के चक्कर मत पड़ना इधर में। हाँ, हाँ। गाइड लोग बहुत परेशान करेंगे, किसी ओके। के चक्कर नहीं पड़ना है। थैंक यू ധന്യവാദ് ജി. വളരെ വിചിത്രമായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ മുന്നിലേക്ക് ചാടിയതിനു നേരെ ശേഷം പോകാനാണ് പറഞ്ഞേ നേരെ പോവുക, സീതാ ചലേ ജാओ മാപ്പ് പോലെ തൊട്ടോ और बोल रहे हैं ഗൈഡ് വൈഡ് के चक्कर में मत पड़ना. അതായത് ഞാൻ വേണമെങ്കിൽ ഗൈഡുകളുടെ കയ്യിന്ന് എന്തെങ്കിലും ടയറോ ചക്കറോ ഒന്നും വാങ്ങിക്കരുത് എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി അറിയുന്നത് ഞാൻ കൂടെ വരാന്ന്. ഈ ഓട്ടോക്കാരോട് വല്ലതും ചോദിക്കാം. ഇവിടെ വളരെ വിചിത്രമായ ഓട്ടോയുമായി കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. भैया हवामहल उधर है ना? थोड़ा साइड लगाओ, मैं आपको बताऊंगा। हाँ नहीं आगे से राइट चल जाना, हाँ then थोड़ा ആ, പ്രിയ ये कट छूट के साइकिल करते हैं राइट। ഒരു എന്താ പറയുക വെറൈറ്റി ആയ ഒരു മനുഷ്യൻ. അതായത് ചുമ്മാ വന്ന് നമ്മുടെ വണ്ടിയുടെ മുന്നിലൊക്കെ നിന്നിട്ട് ഇതുവഴി നേരെ പോയാൽ മതി, റൈറ്റ് പോകരുത്, പിന്നെ ഹവാമഹൽ ഇന്ന് 12 മണിയാകുമ്പോൾ തുറക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് ഹവാമഹലിൽ പോകുമ്പോൾ മനസ്സിലാവും. എന്തായാലും ചിലപ്പോൾ ശരിയായിരിക്കാം. അപ്പോൾ ഇതാണ് ജയ്പൂർ സിറ്റി. ആൾക്കാർ രാവിലെ കൂട്ടം കൂടി അങ്ങോട്ടൊക്കെ പോകുന്നു, വർക്കിനാന്ന് തോന്നുന്നു. പുള്ളിയുടെ അടവ് കൊള്ളാം. ഗൈഡിനെ ഒന്നും വിളിക്കുന്നവരെല്ലാം പറ്റിക്കും. എന്റെ കൂടെ വന്നു, ഞാനില്ല സത്യം. അയാൾ ഗൈഡായിരിക്കും കേട്ടോ. അയാൾ ഗൈഡാണ്. ഗൈഡ് നിങ്ങൾ എടുക്കാൻ പാടില്ല. പിന്നെ വേണമെങ്കിൽ എന്നെ ഈ എടുത്തു. സ്ഥലം കൊള്ളാല്ലേ, ആ സൈഡൊക്കെ അയ്യോ അതൊന്നും എടുത്തിട്ടില്ല നമ്മൾ. അപ്പൊ ഞങ്ങൾ ഏകദേശം അവിടെ അടുക്കാനായിട്ടോ. അവിടെ ഉണ്ടാവും. വണ്ടി പാർക്ക് ചെയ്യാൻ അയാളെ നമ്മളെ കാണിച്ചു തരുന്നേ. 3 മണിക്കൂർ 50 രൂപ ഒക്കെ അല്ലേ? അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോകുന്നതാണ് കേട്ടോ. അതായത് ഹവാമഹലിൽ കേട്ടോ. അതിൻ്റെ പുറത്തെ കാഴ്ചകളാണ്. അവരുടെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വെറുതെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിന്ന് 1-2 സാധനം നമ്മൾ വാങ്ങി. കണ്ടോ, അവിടുത്തെ ഡ്രസ്സൊക്കെ കണ്ടോ, ആണ് ഹവാമഹൽ. അപ്പോൾ അവിടെ കയറാനായിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഹവാമഹൽ അത് 1799 കേട്ടോ. ജയ്പൂർ മഹാരാജാവ്, അതായത് സവായ് പ്രതാപ് സിംഗ് പണി കഴിപ്പിച്ച കൊട്ടാരമാണ് അത്. കണ്ടോ, നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. കണ്ടോ, അച്ചു കയറിപ്പോകുന്നു, ഞാനുണ്ട് സൈഡിൽ. കൊട്ടാരങ്ങളെപ്പോൾ നമുക്കൊരു ഭംഗിയാണല്ലോ. ഓരോ ചിത്രശില്പങ്ങളും പണി കഴിപ്പിച്ചതുകൊണ്ട് അതിൻ്റെ അപ്സ്റ്റെയറിൽ കയറാം, മുകളിൽ കയറാം. അപ്പം നമുക്ക് കുറേ സൈറ്റൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ഇത് തന്നെയാണ് അവിടുത്തെ പണ്ടത്തെ രാജാക്കന്മാർ സ്ത്രീകൾക്ക് അറയിൽ നിന്ന് പുറം ലോകം കാണാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണെന്നാണല്ലോ പറയപ്പെടുന്നത്. ആണ്, അവരെ പുറത്തൊന്നും ഇറക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് പുറം കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരുപാട് കിളിവാതിലുകളുണ്ട്. അതിൽ നിന്നിട്ടാണ് അവർ പുറം ലോകമൊക്കെ ഇങ്ങനെ കാണുന്നത്. പിന്നെ അവിടെ ഒരുപാട് ശില്പങ്ങളുണ്ട്, പണ്ടത്തെ രാജാക്കന്മാരുണ്ട്. അതൊക്കെ നമുക്കൊരു രസമാണ് കാണാനും. കണ്ട അറകളാണ് അതൊക്കെ. കൊത്തുപണിയല്ല കേട്ടോ എല്ലാം, നമ്മളീ പറഞ്ഞ പോലെ. ഇപ്പോഴും ആ പണ്ടത്തെ ആചാരങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അതായത് പുറത്ത് നിന്നിട്ട് ഒരുപാട് ആൾക്കാർ പാട്ടും. അപ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അവരൊന്നും ചോദിക്കൊന്നുമില്ല, നമുക്ക് കൊടുക്കാം. പാട്ടുകൾ ഇപ്പോഴും ഉണ്ട്, കണ്ടില്ലേ, ഓരോ ഭാഗത്തും. അതിനായിട്ട് കുറേ ആൾക്കാരുണ്ട്. അറകളാണ് കേട്ടോ, ജനലുകൾ. ഇതിൽ നിന്നാണ് അവിടുത്തെ സ്ത്രീകൾക്ക് പുറലോകം കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടോ, അറവാതിലുകളിലുള്ള ജനലുകൾ കണ്ടോ, ഇതൊക്കെ ഒരു പുറം ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പണ്ട് പുറത്തൊന്നും ഇറക്കൂലല്ലോ അവരെ. അതിനാണ് രാജാവ് അങ്ങനെ ഒരു സംഭവം. പാവകളി ഉണ്ടായിരുന്നു പുറത്ത്. കണ്ടോ, നമുക്ക് അത് പർച്ചേസും ചെയ്യാം കേട്ടോ. അപ്പോൾ അവ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയത്.
കുറച്ചു നേരം നമ്മളത് ആസ്വദിച്ച് പുറത്തോട്ടിറങ്ങാനുള്ള പരിപാടിയാണ്. അവിടുത്തെ അവരുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് പണ്ടത്തെ ഓർമ്മ വരും. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പാട്ടും അവർ നല്ല പാട്ട് അത് കണ്ട കൊട്ടിയിട്ട് റോസ് പിങ്ക് സിറ്റി എന്ന് പേര് വരാൻ കാരണം തന്നെ ഇതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കണ്ട എല്ലാ ബിൽഡിങ്ങിലും റോസ് കളറാണ്. കണ്ട ജയ്പൂർ മൊത്തം ഈ കളറാട്ടെ. ഏകദേശം എല്ലാ ബിൽഡിങ്ങിനും ദാ ഈ കളർ തന്നെ. അതായിരിക്കും ഇതിനെ റോസ് പിങ്ക് സിറ്റി എന്നറിയപ്പെടാനും കാരണം. നല്ല ദൂരെ നിന്നുള്ള കാഴ്ചട്ടത് നല്ല ഭംഗിയാണ് കാണാൻ. ഏത് ഭാഗത്തു കൂടി പോയാലും ഒരുപോലെ ഉണ്ടാവും. ഇത് കണ്ടോ, നമ്മൾ വിളിച്ചിട്ടാണ് പോണത്. കാരണം ഒരു സ്ഥലത്ത് കൂടി പോയി നമ്മൾ വിചാരിക്കും ഇപ്പുറത്ത് കൂടി വരുമ്പോൾ അത് ഒരുപോലെ ഉണ്ടാവും. ഏതിൽ കൂടിയാണ് വന്നതെന്ന് നമുക്ക് അപ്പം തിരിയൂല. അത് കണ്ടോ, അവിടുത്തെ ജനലുകളാണ് അറവാതിൽ എന്നൊക്കെ പറയുന്ന പോലെ. ഒരു ആന പോണുണ്ടോ, നമ്മളത് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ അത്. ഇപ്പം നമ്മൾ ഇനി പോണത് സിറ്റി പാലസിലോട്ടോ കേട്ടോ. സിറ്റി പാലസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഈ ഹവാമഹലിൻ്റെ ഒക്കെ എല്ലാം ഒരു സമുച്ചയം തന്നെയാണ്. രാജാവ് തന്നെ ഉണ്ടാക്കിയത്, ജയ്പൂർ മഹാരാജാവ് ഉണ്ടാക്കിയത്. 1732 സിറ്റി പാലസ് ഉണ്ടാക്കിയത്. എല്ലാം ഈ കൊട്ടാര സമുച്ചയമാണ് ഈ സിറ്റി പാലസ്. കണ്ടോ, ഇപ്പോഴും ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, പിന്നെ രാജകുടുംബം വാസസ്ഥലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളവിടെ കുറേ ആൾക്കാരിങ്ങനെ പിന്നെ ഈ രാജാക്കന്മാരുടെ പണ്ടത്തെ അവരുടെ തലമുറക്കാരായി ആണല്ലോ അവരിങ്ങനെ പോകണുണ്ടപ്പോഴാണ് നമ്മളതങ്ങനെ ശ്രദ്ധിച്ചത്. അവിടെ നമുക്ക് പ്രവേശനമില്ല കേട്ടോ. അവരിങ്ങനെ പുറത്തു പോകുന്നുണ്ട് വരുന്നുണ്ട് രാജകുടുംബത്തിലെ ആൾക്കാർ. ഓക്കെ, അത് നല്ല രസമായിരുന്നു. ഇപ്പോഴും അവിടെ ആൾക്കാർ താമസിക്കുന്ന ആ കൊട്ടാരത്തിൽ അതൊരു രസമായിട്ട് നമുക്ക് കാണാൻ. അവരിങ്ങനെ പോണതൊക്കെ നമുക്ക് കാണാമായിരുന്നു. അത് ഫോർട്ടായിരുന്നു. ആ ഗൈഡുമാര് 12 മണിക്ക് തുറക്കുള്ളൂ. അതിൽ നിന്ന് തന്നെ ക്ലിയർ ആയി ഇവര്. ആ അയാൾ തന്നെയാണ്. അതാ ഇതിൻ്റെ അകത്തുനിന്ന് ഫോട്ടോ ഉണ്ട് തോന്നുന്നു. ഫോട്ടോ ഉള്ളതാ. ഇതിവിടെ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും ഫോർട്ടുകളാണ്. ആ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനാണ് ആ ഫോർട്ടുകളൊക്കെ കാണുന്നത്. സന്തോഷ് ജോർജ് കുള്ളങ്ങരയ്ക്ക് ഒരു വെല്ലുവിളി എന്നുള്ള രീതിയിലല്ല നമ്മൾ കാര്യങ്ങൾ തുടങ്ങിയെങ്കിലും കാര്യങ്ങളുടെ ഒരു പോക്ക് ഏകദേശം ആ സ്ഥിതിയിലാണ്. ഫോർട്ടിന്റെ കഥ പറയാണ്. അതാ അങ്ങോട്ട് നോക്കൂ, അതാ ഇങ്ങോട്ട് നോക്കൂ. അവിടെ ഒരു ഫോർട്ട് ഉണ്ട്, കാണുന്നില്ല. അതേതോ മോളാണെന്ന് തോന്നുന്നു. ഫോർട്ട് പോലെയുണ്ട്. ശരിക്കും ജയ്പൂരിനായിരുന്നു ഫോർട്ട് കൊച്ചി എന്നൊക്കെ പേരിട്ടുണ്ട്. ശരി എന്നാ ഓക്കെ. ഞങ്ങൾ റോട്ടിൽ കൂടി പോകുമ്പോൾ എന്തോ ഒരു കല്യാണം ഒന്നുണ്ടോ രാജസ്ഥാനിലെ. ഒരു റെഡ് ഡ്രസ്സൊക്കെ കണ്ടു. പെണ്ണിനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നു. വേണ്ട,
അസ്തമിക്കാറായെന്ന് തോന്നുന്നു, ഇരുട് പരന്നു തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ പിന്നെ ബീവീസ് കോർണറിൻ്റെ അടുത്ത് തന്നെ വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ബായ്.